ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് ആളുകൾ കമന്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തത്. കാരണം ഭയങ്കര അൺഫോർച്ചുനേറ്റുള്ള ഒരു സംഗതി നമ്മുടെ ഫാമിലിയിൽ നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ സൂയിസൈഡ് ചെയ്തു. വേറെ ഒന്നുമല്ല, പ്രണയ നൈരാശ്യം തന്നെയാണ്. 5 വർഷമായിട്ട് ഒരുത്തിയെ പ്രേമിച്ച് കൊണ്ടു നടന്ന് അവസാനം അപകടിച്ച് ഉണ്ടാക്കി കൊടുത്തു. അവനൊരു പ്രശ്നമില്ലായിരുന്നു, അവൻ്റെ കയ്യൊന്നും സെറ്റായിരുന്നു, എല്ലാ സാധനവും സെറ്റായിരുന്നു. 10 ദിവസം കഴിഞ്ഞ് അവൻ സിംഗപ്പൂരിലോട്ട് പോകുന്നതായിരുന്നു. അപ്പം ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയെ എന്താ പറയുന്നത്, പോയപ്പം അവന് പോയി, അവൻ്റെ ഫാമിലിക്ക് പോയി, എല്ലാവർക്കും പോയി. അവൻ ഇല്ല, ഇന്ന് ക്രീമേഷനും പരിപാടികളൊക്കെ നടന്നു. ഇപ്പം ചിത വെക്കുന്നതിനകത്ത് ഞാനും കൊള്ളു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാളുടെ ലൈഫൊന്നും തീർന്നില്ല. ഇതിപ്പം അവൻ മരിച്ച സ്ഥാനത്ത് അവള് മരിച്ചിരുന്നെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഇവിടുത്തെ കുറെ സംവിധാനങ്ങളും സിസ്റ്റങ്ങളും ഒക്കെ ആൺപിള്ളേര് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റി, പെൺപിള്ളേര് ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്കിത് വീഡിയോ വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ആൺപിള്ളേരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രേമിക്കുക, നിങ്ങളുടെ ഇഷ്ടം, പ്രേമിക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള സാധനം എന്താണ്, അവരെ ഒരിക്കലും നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസ് കടന്നു ഭരിക്കാനോ നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ ഒരു കാമുകിയും അനുവദിക്കരുത്. അപ്പം പിന്നെ ഇവിടുമാരെയൊക്കെ തല വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ഇവിടുമാരുടെ കയ്യിൽ നിന്ന് ചീറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മുടെ ആൾട്ടർ ഈഗോ എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യും. നമ്മൾ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ പോലും ചില സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ മാൻ എന്ന് പറയുന്ന സാധനം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് പാവങ്ങളാണ്. സംഭവം അവർക്കൊന്നും എല്ലാവരോടും ഷെയർ ചെയ്യാനോ പാമ്പർ ചെയ്യാനോ ഒന്നും ഇല്ല. ഇപ്പം ഏതെങ്കിലും ഒരുത്തിയുടെ സ്ഥാനത്താണെങ്കിൽ അവർക്ക് കെയർ കൊടുക്കാൻ 100 ചേട്ടായിമാർ വരും, 100 ബെസ്റ്റീസ് വരും, കാര്യങ്ങൾ വരും. ഞാൻ പറയുമ്പം ഞാൻ സ്ത്രീവിരുദ്ധനാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ നോക്കിയാൽ പോലും വുമൺ ഓൾവേസ് പ്ലേ വിത്ത് ദർ കറണ്ട് ഫീലിങ്സ്. അവരുടെ കറണ്ട് ഫീലിങ്സ് എന്നത് മാത്രമേ നോക്കാറുള്ളൂ. അല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം, വളരെ റയറസ്റ്റ് കേസ് ആയിരിക്കാം. എനിക്ക് ആൺപിള്ളേരോട് മാത്രമാണ് പറയാനുള്ളത്, നിങ്ങൾ പ്രേമിക്കുക, ബട്ട് അത്ര സീരിയസ് ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളെല്ലായ്പ്പോഴും ഒരു സേഫ്റ്റി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വെക്കണം. ഇപ്പം നമുക്കും പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം എന്നെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഐ ഹാവ് ടു പേ ഫോർ മൈ സിൻസ്. എൻ്റെ തെറ്റുകളെ കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. എന്നിട്ടും ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ തെറ്റും കാര്യങ്ങളൊന്നുമില്ല. അവൻ ആൾട്രേക്കുള്ള ഒരു ആൽഫ മെയിലായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവൻ്റെ കാര്യങ്ങളുമായിട്ട് അവൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അവൻ്റെ ലൈഫിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ മറ്റെല്ലാത്തിനെക്കാട്ടിലും വലിയ പ്രയോറിറ്റി ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് കൊടുത്തു. തുടക്കത്തിൽ ഇവന് വലിയ സീരിയസ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവളമാരുടെ ഒരു എന്താണ് പറയുന്നത്, എന്തോ അങ്ങനെ ആയിപ്പോയി. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വരുമ്പോൾ പിന്നെ ഇവരുടെ ബിഹേവിയർ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കറണ്ട് ഫീലിങ്സ് അനുസരിച്ച് എന്താണ് പറയുന്നത്, നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർ അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സിൽ ഏറ്റവും ബെറ്റർ. ഞാൻ വുമൺ ആർ ഓൾവേസ് ഗോൾഡ് ഡിഗേഴ്സ് എന്നൊന്നും പറയുന്നില്ല. ദർ ഓൾവേസ് അവർക്ക് അവരുടെ ഹാപ്പിനെസ് ആണ്. അവരോട് അവർ ചെയ്യുന്നതിനോടൊന്നും റിഗ്രറ്റ് തോന്നില്ല. അവർക്ക് അവരുടെ സാധനങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നില്ല ഈ പെൺപിള്ളേർ റിഗ്രറ്റിൽ നിൽക്കും. അവരുടെ സൈഡിലുള്ള തെറ്റുകളെ കുറിച്ച് അവർ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലായ്പ്പോഴും അവരുടെ സൈഡ് മാത്രം മീൻസ് അവരുടെ സൈഡിനെ മാത്രം ന്യായീകരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് സമാധാനം കണ്ടെത്താനുള്ള സാധനങ്ങൾ അവർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതേസമയം ഈ റിഗ്രറ്റും മറ്റു സാധനങ്ങളൊക്കെ ആൺപിള്ളേർക്ക് മാത്രം ഉണ്ടാവുന്നത്. ഒന്നുമില്ല, ഞാൻ എന്നെ കുറിച്ച് അറിയാവുന്ന ഞാൻ അധികം ആളുകളുമായിട്ട് ഇത്ര കണക്റ്റഡ് ഒന്നുമല്ല. ഇപ്പൊ എന്റെ ഫാമിലിയിൽ തന്നെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് ആളുകൾ. ഇപ്പം എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരുത്തനായിരുന്നു. അവൻ എന്നെക്കാട്ടി ഒരുപാട് ഇളയതാണ്. ബട്ട് എനിക്ക് ഒരു സെനാരിയോ വന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറയുന്നത് വേറെ ഒന്നും നോക്കണ്ട,
വി ക്യാൻ മൂവ്, നമുക്ക് നോക്കാം ബാക്കി കാര്യം, ആ ഒരു മൈൻഡിൽ നിന്നവനാണ്. പക്ഷെ പെട്ടെന്ന് അവനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവൻ ആരോടും ഷെയർ ചെയ്യാൻ തോന്നിയില്ല. ഷെയർ ചെയ്യാൻ തോന്നാത്ത വരാനും കൊണ്ടല്ല, അപ്പം നമ്മളൊരു മൊമെന്റിൽ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. ആ ഡിസിഷൻസിന് ഒന്നും ചെയ്യാൻ പറ്റാതാകുമ്പോൾ എല്ലാം അവസാനിപ്പിക്കുക. അപ്പം എനിക്ക് ഇത്രേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ആൺപിള്ളേരോട് പറയാനുള്ളത്. ഒരു ക്ലീശയാണെന്ന് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ഭയങ്കര പ്രേമിച്ചോളും, ഇവിടുമാരെ ഭയങ്കര കമ്മിറ്റഡ് ആണെന്ന് തോന്നും, നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും, എല്ലാത്തിനും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും, നിങ്ങളുടെ കൂടെ ഒന്ന് ചിന്തിക്കും എന്നൊക്കെ കരുതും. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. അവര് കാണിക്കുന്ന എന്താണ്, അവര് കാണിക്കുന്ന ടോക്സിസിറ്റി, കെയറിങ്, ആൺപിള്ളേര് പൊസസീവ്നെസ് കാണിച്ചു കഴിഞ്ഞാൽ അവർ ടോക്സിസിറ്റി ആ ഒരു സംഭവത്തിലേക്ക് പോകുമ്പോൾ ഈ ഇവിടെ പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടെ കുറെ ആളുകളുണ്ട്, കുറെ പാവാട അലക്കുന്നവന്മാരും പിന്നെ കുറെ സംവിധാനങ്ങളുള്ളിടത്തോളം കാലം ആൺപിള്ളേരെ നിങ്ങളുടെ കാര്യം കെയർ ചെയ്യുക. അല്ലെങ്കിൽ ഇതിപ്പോ എൻ്റെ ഫാമിലിയിൽ ക്ലോസ് ആയതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, പല ആളുകൾ മരിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ടു ബി ഫ്രാങ്ക്, എവിടെ ഒന്നുമില്ല, ഒരുത്തയോട് സംസാരിച്ചുകൊണ്ടിരുന്നു, ലാസ്റ്റ് അവളുടെ സംസാരം മൂലമാണ് ഈ ഒരു സാധനത്തിലേക്ക് വന്നത്. വേറെ ആരോടും സംസാരിക്കാൻ നിന്നില്ല, ജസ്റ്റ് ഫിനിഷ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം അത്ര ഫീലൊന്നുമല്ലല്ലോ, നമുക്കറിയാവുന്ന പയ്യനല്ലേ. അപ്പം പ്രേമിക്കുമ്പം ഒരു കാര്യം നോക്കുക, ഡിസ്റ്റൻസ് ഇടുക, അത്ര ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമില്ല. വുമൺ കറന്റ് ഫീലിങ്സ് അനുസരിച്ച് ചേഞ്ച് ആവും. They always want to be in their present happiness. നേരത്തെ ഉണ്ടായിരുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കത്തില്ല. നേരത്തെ ഉണ്ടായിരുന്നവർ പാസ്റ്റ് റിലേഷൻ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സാധനങ്ങൾ അവരുടെ ശരികൾ മാത്രം കണ്ടെത്തി അവർ ചെയ്തതിന് ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തി അവർ ചെയ്തത് മാത്രമാണ് ശരിയെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. അവരതിനു വേണ്ടിയുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അവർക്ക് റിഗ്രറ്റ് ചെയ്യാൻ തോന്നില്ല. പക്ഷെ ഈ റിഗ്രറ്റും ഗട്ട് ഫീലും എല്ലാം നമുക്ക് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. സോ ഇത്രയുള്ളൂ പറയാൻ. പിന്നെ എപ്പോഴെങ്കിലും ഓക്കെ ആവണമെങ്കിൽ ഞാൻ ബാക്കി സാധനങ്ങൾ ചെയ്യാം. ബൈ.